ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓൺലൈൻ ക്ലാസ് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അതിൽ ഡിഫറൻസിയേഷൻ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ആ ഡിഫറൻസിയേഷൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ആണ് നമ്മൾ ഇപ്രാവശ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഡിഫറൻസിയേഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ, ഒരു ഫംഗ്ഷൻ്റെ മാക്സിമവും മിനിമവും വിലകൾ നമുക്ക് ഈ ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വില അതേപോലെ തന്നെ മിനിമം വില നമുക്ക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇത് പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. ഈ മാക്സിമം ഫംഗ്ഷൻ അതേപോലെ മിനിമം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ പ്രായോഗിക ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് എവിടെയൊക്കെ ആയിരിക്കും നമുക്കറിയാം. നമ്മൾ മിസൈൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊജക്ടൈൽസ് അയക്കുമ്പോൾ, അതേപോലെ തന്നെ ഓരോ സ്പേസിലേക്ക് ഓരോ ഉപഗ്രഹങ്ങൾ അയക്കുമ്പോഴും അതിൻ്റെ എപ്പോഴാണ് ഇത് മാക്സിമം വെലോസിറ്റി അല്ലെങ്കിൽ മാക്സിമം സ്പീഡ് എന്നിവയിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ ഒരു ആംഗിൾ, പ്രത്യേകിച്ച് ആംഗിൾ ഇത് മിസൈൽ വിട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് ഇന്ന ഏരിയയിൽ പതിക്കുകയുള്ളൂ. അപ്പോൾ അവിടത്തേക്ക് എത്തുമ്പോൾ വെലോസിറ്റി എത്രയായിരിക്കണം, അതിൻ്റെ സ്പീഡ് എത്രയായിരിക്കണം, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലെ മാക്സിമ ആൻഡ് മിനിമ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ മാക്സിമ ആൻഡ് മിനിമ എന്ന ഫംഗ്ഷന് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് മാക്സിമം മിനിമ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. In the last class we studied first order derivative and second order derivative. What is first order derivative? If y is a function, that is, if y equal to f of x, then dy by dx is called first order derivative. It is first order derivative, which is also written as f dash x. Then what is second order derivative? Second order derivative is d square y by dx square, which will get on differentiating again dy by dx with respect to x, that is d by dx of dy by dx, which is also written as f2 dash x. Now we will see what is the application of second order derivative. For a function y equal to f of x എന്ന ഒരു ഫംഗ്ഷൻ മാക്സിമ അല്ലെങ്കിൽ മിനിമം, മാക്സിമവും മിനിമവും ആകണമെങ്കിൽ രണ്ട് കണ്ടീഷനാണ് പ്രധാനപ്പെട്ടായിട്ട് ഉള്ളത്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ മാക്സിമം ആവണമെങ്കിലും മിനിമം ആവണമെങ്കിലും രണ്ട് കണ്ടീഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് dy by dx എന്ന് പറയുന്നത് 0 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് d സ്ക്വയർ y by dx സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കണം. ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഈ ഫംഗ്ഷൻ മാക്സിമം ആയിരിക്കും. മാക്സിമം ഫംഗ്ഷൻ, മാക്സിമം വാല്യൂ കിട്ടും. അതായത് dy by dx, y എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ dy by dx കണ്ടുപിടിക്കുക. അതിനുശേഷം dy by dx ഈക്വൽ ടു 0 എന്ന് നൽകിയാൽ എക്സിന് ഒരു വില കിട്ടും. എക്സ് സ്ക്വയറിലുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എക്സിന് 2 വില കിട്ടും. ആ എക്സിൻ്റെ വില 2 വില കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കത് മാക്സിമം
അതിൻ്റെ മാക്സിമം കാണണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. ആ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിൽ എക്സിന് പകരം നമ്മൾ കിട്ടിയ വിലകൾ കൊടുക്കാം. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നത് 0 കിട്ടുന്നുണ്ടെങ്കിൽ, എക്സിൻ്റെ വില കൊടുത്തിട്ടാകുമ്പോൾ 0 കിട്ടുന്നുണ്ടെങ്കിൽ, 0നേക്കാൾ ചെറുത് കിട്ടുന്നുണ്ട്, നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? മാക്സിമം പോയിൻ്റ് ആയിരിക്കും. If we will get a second order derivative as negative, then that point or that value of x is known as maximum point. ഇനി മിനിമത്തിനാണെങ്കിലും ഇതേ കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ ഇതേ കണ്ടീഷൻ തന്നെയാണ്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0, അതെന്തായാലും രണ്ടിനും വേണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷനിൽ മാറ്റമുണ്ട്. ഇതെന്താണ്? ഇത് മിനിമമാണ്. മിനിമം. അപ്പോൾ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ രണ്ട് വിലകൾ കിട്ടും. എക്സ് സ്ക്വയറിലെ ഫംഗ്ഷൻ ആണെങ്കിൽ രണ്ടാം കൃതിയിലുള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ 2 വില കിട്ടും എക്സിന്. അതിന് എക്സിൻ്റെ വില കൊടുത്തിട്ടാകുമ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അതിൽ എക്സിൻ്റെ വില കൊടുത്തിട്ടാകുമ്പോൾ ഏത് വില കൊടുത്തിട്ടാകുമ്പോൾ ആണോ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ലെസ് ദാൻ 0 കിട്ടുന്നത്, ആ വിലയാണ് മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 കിട്ടുന്ന ആ എക്സിൻ്റെ വിലയെ പറയുന്നത് മിനിമം പോയിന്റ് എന്നാണ്. അപ്പോൾ മിനിമം പോയിന്റും മാക്സിമം പോയിന്റും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി മിനിമം വാല്യൂ മാക്സിമം വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില ഉണ്ടല്ലോ, എക്സിൻ്റെ വില മാക്സിമം ആവുന്നത് ഏത് വിലക്കെന്ന് നോക്കണം. ആ വില നമ്മൾ എന്ത് ചെയ്യണം? ഈ വൈ ഈക്വൽ ടു എന്ന ഫംഗ്ഷനിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് മാക്സിമം വില കിട്ടും. അതേപോലെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയത് ഏത് വില എന്ന് നോക്കണം. എക്സിൻ്റെ ഒരു വിലക്ക് അത് പോസിറ്റീവ് ആയിരിക്കും. ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് വൈ ഈക്വൽ ടു എഫ് എക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ കിട്ടും. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ ശരിക്കും അത് മനസ്സിലാവും. എക്സാമ്പിൾ ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം ഓഫ് എഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 27x പ്ലസ് 3. y ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 27x പ്ലസ് 3. ഇതാണ് ഇക്വേഷൻ. y ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 27x പ്ലസ് 3. ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മാക്സിമം പോയിന്റും മിനിമം പോയിന്റും കണ്ടുപിടിക്കണം. ഈ മാക്സിമം പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ മിനിമം പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഡി വൈ ബൈ ഡി എക്സ് എന്തായിരിക്കും? വൈ ഈക്വൽ ടു എക്സ് ക്യൂബ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് റേസ് ടു എന്നിൻ്റെ എൻ എക്സ് റേസ് ടു n-1. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ 3x റേസ് ടു 3-1 ദാറ്റ് ഈസ് 3x സ്ക്വയർ മൈനസ് 27 ഇൻറ്റു ഇത് എക്സ് റേസ് ടു 1 ആണ്. എക്സ് റേസ് ടു 1ൻ്റെ ഡെറിവേറ്റീവ് എന്തെന്ന്? 1 എക്സ് റേസ് ടു 1-1. അപ്പോൾ 1 എക്സ് റേസ് ടു 0 ദാറ്റ് ഈസ് 1. അപ്പോൾ 27 തന്നെയാണ്. ഇതാണ് ഡി വൈ ബൈ ഡി എക്സ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ എക്സിന് ഇത് എക്സ് സ്ക്വയറിലുള്ള ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് 2 വില കിട്ടും. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആയാൽ എന്ത് കിട്ടും? 3x സ്ക്വയർ മൈനസ് 27 ഈക്വൽ ടു 0 എന്ന് ലഭിക്കും. അപ്പോൾ അതിൽ നിന്ന് 3x സ്ക്വയർ എത്രയാണ്? 3x സ്ക്വയർ ഈക്വൽ ടു 27. വാട്ട് ഈസ് എക്സ് സ്ക്വയർ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 27/3 വിച്ച് ഈസ് ഈക്വൽ ടു 9. എക്സ് സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് കിട്ടി. ദെയർഫോർ എക്സ്, വാട്ട് ഈസ് എക്സ്? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 9 വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് കിട്ടിയത് പ്ലസ് ഓർ മൈനസ് 3 ആണ്. ഇതിൽ ഏതാണ് മാക്സിമം പോയിന്റ്, ഏതാണ് മിനിമം പോയിന്റ് എന്ന് കണ്ടുപിടിക്കണം നമ്മൾക്ക്.
എക്സിന് 2 വില കിട്ടി, +3 കിട്ടി -3 കിട്ടി. അപ്പോൾ ഇതിൽ ഏതാണ് മാക്സിമം പോയിന്റ് ഏതാണ് മിനിമം പോയിന്റ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് d²y/dx² കാണാം. d²y/dx² ഈക്വൽ ടു d/dx എന്ത് കിട്ടിയത് 3x² - 27. അതിൻ്റെ എഗൻ ഡിഫറൻഷിയേറ്റ് കാണാം. അപ്പോൾ 3x²ൻ്റെ 3 × x²ൻ്റെ 2x 2x raised to 2 - 1 that is 2x raised to 1 that is 2x -0 അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്ത് കിട്ടി 6x കിട്ടി. അപ്പോൾ d²y/dx² 6x. ഇനി എക്സിൻ്റെ 2 വില ഉണ്ട്. വെൻ എക്സ് ഈക്വൽ ടു +3 എന്ന് വെച്ചാൽ 3 d²y/dx² എന്തെന്ന് നോക്കാം നമുക്ക്. d²y/dx² ഈക്വൽ ടു 6 × 3 ഇത് എത്രയാണ് 18. അത് പോസിറ്റീവ് അല്ലേ, >0. therefore എക്സ് ഈക്വൽ ടു 3 ഈസ് എന്തായിരിക്കും >0 ആകുന്ന എപ്പോഴാണ് മിനിമം വാല്യൂ മിനിമം പോയിന്റിനാണ്. സോ എക്സ് ഈക്വൽ ടു 3 ഈസ് ദ മിനിമം പോയിന്റ് മിനിമം പോയിന്റ്. ഇനി മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ, അതായത് y ഈക്വൽ ടു ഇനി മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു ഈ ഫംഗ്ഷൻ്റെ, അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? y ഈക്വൽ ടു എത്രയാണ് 3x² - 27 x³ മൈനസ് ഫംഗ്ഷൻ x³ -27x +3 അല്ലേ, +3 ഇതാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ഇതിൻ്റെതാണ് നമ്മൾ മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നത്. മിനിമം വാല്യൂ കണ്ടുപിടിക്കണം ചെയ്യണം x ഈക്വൽ ടു 3 എന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം x കാണുന്നിടത്ത്. അപ്പോൾ എന്ത് കിട്ടും? y ഈക്വൽ ടു 3³ -27 × 3 +3 കിട്ടി. അതെത്രയാണ്? ഇത് 27 കിട്ടി. ഇത് -81 +3 +27 +3 കൂട്ടിയാൽ 30 -81 +13 കൂട്ടിയാൽ എത്ര? -51 ആണ്. അപ്പോൾ ഇത് -51. ഇതാണ് മിനിമം വാല്യൂ. സോ മിനിമം വാല്യൂസ് -51. ഇനി മാക്സിമം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? x ഈക്വൽ ടു -3 ആ ഫംഗ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മാക്സിമം വാല്യൂ ഈസ് obtained by എങ്ങനെയാണ്? by putting x ഈക്വൽ ടു -3 in y ഈക്വൽ ടു f(x) തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ. ദാറ്റ് ഈസ് y ഈക്വൽ ടു x³ -27x +3. ഇതിലെന്താ ചെയ്യേണ്ടത്? എക്സ് കാണുന്നിടത്തല്ല -3 ഇടുക. അപ്പോൾ എന്താവും? y ഈക്വൽ ടു -3³ -3³ -27 × -3 +3 which is equal to -27 minus into minus plus +81 +3 പ്ലസ് സംഖ്യയിൽ ഒരുമിച്ച് കൂട്ടണം. അപ്പോൾ 81 ഉം 3 കൂട്ടിയാൽ 84 നിന്ന് -27 കൂട്ടണം. അപ്പോൾ 84 - 27 ആണ്. അപ്പോൾ എത്ര കിട്ടും? 7. ഇത് എത്ര കിട്ടും? 5. 57 കിട്ടും. ഇതെന്താണ്? വാട്ട് ഈസ് ദിസ് 57? ദിസ് ഈസ് മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ ഈക്വൽ ടു 57. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് y ഈക്വൽ ടു എന്താണ്? x³ -27x +3. അതിൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം. അതിനുശേഷം അത് 0 എന്ന് ഇക്വേറ്റ് ചെയ്യണം. dy/dx ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ എക്സിന് x² ഉള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ 2 വിലകൾ കിട്ടും എക്സിന്. ആ എക്സിന് 2 വിലകൾ
കിട്ടുമല്ലോ. അതിനുശേഷം ചെയ്യേണ്ടത് അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ d²y/dx² കാണണം. dy/dxനെ എഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടും. അതിനുശേഷം ആ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൽ നേരത്തെ കിട്ടിയ രണ്ട് വിലകളുണ്ടല്ലോ, ആദ്യം ഒരു വില കൊടുക്കുക. അപ്പോൾ d²y/dx² എന്ത് കിട്ടും നോക്കാം. പോസിറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് >0 കിട്ടുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് എന്ന് എന്തായിരിക്കും, മിനിമം പോയിന്റ് ആയിരിക്കും. അപ്പം മിനിമം പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്ന എങ്ങനെ, ആ മിനിമം പോയിന്റ് ആയിട്ടുള്ള എക്സിന്റെ വില നമുക്ക് തന്നിരിക്കുന്ന y = എന്ന ഫംഗ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ d²y/dx² രണ്ടാമത്തെ വില എക്സിന്റെ വില കൊടുക്കുമ്പോൾ <0 കിട്ടുന്നു വിചാരിച്ചോളൂ. <0 കിട്ടുമ്പോൾ ആ പോയിന്റ് എന്തായിരിക്കും, ആ എക്സിന്റെ വില എന്ന് പറയുന്നത് എന്താണ്, <0 കിട്ടുമ്പോൾ അത് മാക്സിമം പോയിന്റ് ആയിരിക്കും. ആ മാക്സിമം പോയിന്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഇവിടെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, -3. ആ -3 y = f(x)ൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വില മാക്സിമം വാല്യൂ ആയിരിക്കും. മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം നമുക്ക്, അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ 2. Example 2. f(x) = രണ്ടാമത്തെ ഇക്വേഷൻ അല്ല രണ്ടാമത്തെ എക്സാമ്പിൾ, f(x) = എന്താണ്, 2x³ -3x + 5. ഇതാണ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മളെന്താ ചെയ്യേണ്ടത്, ആദ്യം ഡെറിവേറ്റീവ് കാണണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് f' അല്ലെങ്കിൽ dy/dx. dy/dx f' ഒന്ന് തന്നെയാണ്. അപ്പോൾ f' അല്ലെങ്കിൽ dy/dx = 2x³ എന്ന് വെച്ചാൽ എന്താണ്, 2x³ ഡെറിവേറ്റീവ് എന്താണ്, 2 × 3x² അല്ലേ, 2 × 3x² മൈനസ് 3x-ൻ്റെത് 3. 2 × 3x² എത്രയാണ്, x³ 3x² × 2, അപ്പോൾ 6x² -3. ഇതാണ് dy/dx. ഇനി എന്താ ചെയ്യേണ്ടത്, dy/dx = 0 എന്ന് ഇക്വേറ്റ് ചെയ്യണം. dy/dx = 0. അപ്പോൾ എന്തായിട്ട് മാറും, 6x² -3 = 0 എന്ന് ലഭിക്കും. അപ്പോൾ 6x² എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. സോ x² = 3/6, ദാറ്റ് ഈസ് = 1/2 എന്ന് കിട്ടും. 1/2 എന്ന് കിട്ടും. അതിൽ നിന്ന് x, therefore x = ± √1/2. ഇതാണ് എക്സിൻ്റെ വില, ±. ഇനി d²y/dx² കാണണം നമ്മൾ. d²y/dx². dy/dx എന്തത് കിട്ടിയത്, dy/dx കിട്ടിയത് 6x² -3 ആണ്. അപ്പോൾ d²y/dx² എന്ന് പറയുന്നത് 6 × x² എഗൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 2x -3 ഇത് 0. അപ്പോൾ എത്ര കിട്ടും, 12x കിട്ടും. ഇനി എക്സിൻ്റെ ഓരോ വില കൊടുത്താൽ വെൻ x = പ്ലസ് ആദ്യം കൊടുക്കാം, +√1/2. അപ്പോൾ d²y/dx² എന്തായിരിക്കും, d²y/dx² എന്തായിരിക്കും, 12 × √1/2 +1/2 എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് അല്ലേ. 12നെ √1/2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും, >0. അപ്പോൾ എന്തായിട്ട് മാറും, x = +1/2 എന്ന് പറയുന്നത് എന്താണ്, മിനിമം പോയിന്റ് ആണ് അല്ലേ. >0 കിട്ടിയതുകൊണ്ട് മിനിമം പോയിന്റ്. അപ്പോൾ മിനിമം വാല്യൂ എങ്ങനെ കാണുന്നത്, മിനിമം വാല്യൂ ഫോർ f(x)
എങ്ങനെ കിട്ടുന്നത്? എക്സിന് പകരം 1/2 √(1/2) കിട്ടിയാൽ മതി. ദാറ്റ് ഈസ് 1/f. എക്സിന് പകരം √(1/2) f 1/2 കണ്ടുപിടിച്ചാൽ മതി. അത് എക്സ് കാണുന്നിടത്തല്ല 1/2 √(1/2) എഴുതണം. അതായത് 2 × x³ 2 × √(1/2) whole cube 2x³ minus 3x 3 × √(1/2) പിന്നെന്താണ് +5 ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കണ്ട, ഇത്ര തന്നെ ചെയ്താൽ മതി. കാരണം പറഞ്ഞാൽ √(1/2) സ്ക്വയർ റൂട്ടെല്ലാം കാണണം, അത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യണം. 1/2 √(1/2) എല്ലാം കാണണം, അതെല്ലാം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് മാക്സിമം വാല്യൂ കിട്ടുന്നത് ഇനി എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത് എഴുതാം. ഇനി അടുത്തത് x = -1/2 കൊടുക്കുമ്പോൾ എന്താണെന്ന് നോക്കാം. d²y വെൻ x = -√(1/2) അപ്പോൾ d²y/dx² എന്ത് കിട്ടും നോക്കാം. d²y/dx² = 12 × -√(1/2). അതെന്താണ്? എന്തായാലും നെഗറ്റീവ് ഒരു സംഖ്യ നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ എന്തായാലും നെഗറ്റീവ് ആയിരിക്കും, <0 ആയിരിക്കും. സോ എന്തായിരിക്കും? x = -√(1/2 എന്ന് പറയുന്നത് മാക്സിമം പോയിന്റാണ്. മാക്സിമം പോയിന്റ്. അപ്പോൾ മാക്സിമം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മാക്സിമം വാല്യൂ ഓഫ് f(x). മാക്സിമം വാല്യൂ ഓഫ് f(x) എങ്ങനെ കണ്ടുപിടിക്കുന്നത്? f(x)ന് പകരം √(-1/2) കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എന്താണ്? 2x³ എന്ന് വെച്ചാൽ 2 × -√(1/2) ക്യൂബ് 2x³ minus 3x 3 × -√(1/2) പിന്നെ പ്ലസ് എന്താണ്? +5 ഇത് അങ്ങനെ തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കണ്ട, ഇതൊരു വിലയായിരിക്കും. ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് f(x). ഇതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്തിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യണം. മൂന്നാമത്തെ ഉദാഹരണമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? ഇതിൻ്റെ ഫൈൻഡ് മാക്സിമം ആൻഡ് മിനിമം ഓഫ് മിനിമം വാല്യൂ ഓഫ് എന്താണ് ക്വസ്റ്റ്യന്? f(x) = x³ - 5x +14. ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ സ്വന്തമായിട്ട് ചെയ്യണം. ഡു ആസ് ഹോംവർക്ക്. അപ്പോൾ ഹോംവർക്കായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. വാല്യൂ എല്ലാം കൃത്യമായിട്ട് കാണേണ്ട ആവശ്യമില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി ഇതേപോലെ. കാരണം അത് ഒരു പൂർണ്ണസംഖ്യയായിട്ട് കിട്ടുന്നില്ല, അതിൻ്റെ വില എക്സിൻ്റെ വില എല്ലാം ഒരു സ്ക്വയർ റൂട്ടില്ല സംഖ്യ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇട്ടാൽ മതി. പക്ഷേ d²y/dx² പോസിറ്റീവ് കിട്ടുന്നോ നെഗറ്റീവ് കിട്ടുന്നോ എന്ന് അറിയണം എന്തായാലും. എന്നിട്ടേ നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമം പോയിന്റ് മിനിമം പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണാം, dy/dx കാണാം. എന്നിട്ട് dy/dx = 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എക്സിന് 2 വില കിട്ടും. എക്സിന് 2 വില കിട്ടിയിട്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? d²y/dx² കണ്ടുപിടിച്ച ശേഷം ആ എക്സിൻ്റെ വിലകൾ കൊടുക്കുക. ആദ്യം കൊടുക്കുമ്പോൾ അത് ആ d²y/dx² > 0 ആണെങ്കിൽ അതെന്തായിരിക്കും? മിനിമം പോയിൻ്റ് ആയിരിക്കും. <0 ആണെങ്കിൽ അത് മാക്സിമം പോയിൻ്റ് ആയിരിക്കും. മിനിമം പോയിൻ്റ് ആ ഫംഗ്ഷനിലിട്ടാൽ മിനിമം വാല്യൂ കിട്ടും. മാക്സിമം പോയിൻ്റ് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ കിട്ടിയാൽ മാക്സിമം വാല്യൂ കിട്ടും. ഹോംവർക്കായിട്ട് ചെയ്യുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നാളത്തെ പരീക്ഷ എല്ലാവരും നന്നായിട്ട് എഴുതണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.